ഹലോ എല്ലാവരും നമസ്കാരം. പലതവണ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജോലിയായിരുന്നു വണ്ടിയുടെ ടയർ മാറ്റിയിടുക. അതിന് പറ്റിയ ജാക്കി ഇല്ല, ജാക്കി ഉണ്ടെങ്കിലും അതിന് പറ്റിയ ലിവറില്ല. അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന ജാക്കിയുടെ ലിവർ ഇതുപോലത്തുള്ള ലിവറാണ്. ഇത് വെച്ച് വണ്ടി ഉയർത്താൻ കുറച്ച് കഷ്ടപ്പാടാണ്. അങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലായിടും തപ്പി തടഞ്ഞൊരു പ്രോഡക്റ്റ് ഞാൻ നോക്കിയെടുത്തു. അവസാനം ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ അത് ഓർഡർ ചെയ്തു. ഈ സാധനം വന്നിട്ടുണ്ട്, അതെന്താണെന്ന് കണ്ടു നോക്കാം, അതിൻ്റെ ഉപയോഗം എന്താണെന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വാങ്ങുക, വേണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കളയാം. ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത സാധനം ഇന്ന് ഡെലിവറി ആയിട്ടുണ്ട്. എന്ത് സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയണമല്ലേ? ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പ്രോഡക്റ്റ് എന്താണെന്ന്. അങ്ങനെ ആ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിംഗ് ആണെന്ന് ചെയ്യാൻ പോകുന്നത്. ഈ വലിയൊരു നീളത്തിലുള്ള ഒരു ബോക്സാണ് വരുന്നത്. അത് ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം അതിൽ വരുന്നത് ജസ്റ്റ് അത് എക്സ്ട്രാ പാക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ജസ്റ്റ് നമ്മൾ എന്താണോ ഓർഡർ ചെയ്ത് ആ ഒരു സാധനം ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പം ഇത് കൂടുതൽ ഡാമേജ് ആവുന്ന ഐറ്റംസൊന്നും അല്ല, കാരണം ഡേഞ്ചറായിട്ടുള്ള ഐറ്റംസും അല്ല. സോ അതുകൊണ്ട് കൂടുതൽ പാക്കിങ്ങിൻ്റെ ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഇതാണ് സംഭവം. ഇതാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാക്ക് റെഞ്ച് എന്ന് പറയും. ജാക്ക് റെഞ്ച്, അതായത് നമ്മുടെ സിസർ ജാക്കി ഉയർത്തുന്ന ഒരു സാധനം. സിസർ ജാക്കി മാത്രമല്ല, നമ്മുടെ ഒറ്റ ഹാൻഡിൽ ഇടത്തോട്ടും വലത്തോട്ടും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യവും ഈ ഒരു ലിവർ കൊണ്ട് ചെയ്യാൻ സാധിക്കും. കൂടുതലും ഇത് ആപ്റ്റ് ആവുന്നത് നമ്മുടെ വണ്ടികളുടെ സിസർ ജാക്കിയിലായിരിക്കാം. അപ്പോൾ ഇതെന്താണ് സാധനം, എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്ന് ഞാൻ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. ഈ വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടും. അതല്ല, ഈ സാധനം നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. ജസ്റ്റ് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, മറ്റുള്ളവർക്ക് ഒരു ഉപകാരപ്പെടും. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇത് വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ബാക്കിലത്തെ ഒരു ടയർ ഇളക്കിയിട്ട് പുതിയൊരു ടയർ സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നിന്ന് ആ സിസർ ജാക്കി എടുത്തിട്ട് ബാക്കി എന്താ ഞാൻ കാണിച്ചു തരാം. സാധാരണ ഒരു വണ്ടി വാങ്ങുമ്പോൾ അതിൽ വരുന്ന ജാക്കിയുടെ കൂടെ 2 ലിവറാണ് വരുന്നത്. ഒന്ന് വീൽ സ്പാനറും ഒന്ന് ജാക്കി പൊക്കാനുള്ള ഒരു ചെറിയൊരു ലിവറും. എനിക്ക് കിട്ടിയ ലിവർ തീരെ ചെറുതായിരുന്നു. ബട്ട് ഇതുകൊണ്ട് മാക്സിമം പൊക്കാൻ ശ്രമിച്ചാലും കൈ വേദനിക്കുന്നല്ലാതെ യാതൊരു ഗുണവുമില്ല. അപ്പോൾ ഈ ലിവർ കളഞ്ഞിട്ട് പുതിയൊരു ലിവർ ഈ പ്രോഡക്റ്റ് മേടിച്ചത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പഞ്ചറായി കഴിഞ്ഞാൽ ഈ ജാക്കി വെച്ച് ഒന്ന് ഉയർത്താൻ വേണ്ടിയിട്ട് ഈ ജാക്കിയുടെ കൂടെ കിട്ടിയ ലിവർ യാതൊരു പ്രയോജനവുമില്ല. കുറേ പൊക്കുമ്പോഴത്തേക്ക് നല്ല ഹാർഡാണ്, നല്ല പെയിനാണ്. പിന്നെ നമുക്ക് വെക്കേണ്ടടുത്തൊന്നും വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രോഡക്റ്റ് മേടിച്ചത്. ആ പ്രോഡക്റ്റിൻ്റെ പ്രവർത്തനം ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റിൽ ഒരു 3 സാധനം കൂടെ ഇതിൻ്റെ ഇൻക്ലൂഡഡ് ആണ്. അതായത് ഒരു ലോക്കും ഒരു വാഷറും ഒരു ബോൾട്ടും ഇട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ സിസർ ജാക്കിയിലെ ആ ഹോളിൽ കൂടെ സെറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. സിമ്പിൾ. അങ്ങനെ എൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ടയർ പൊങ്ങിയിട്ടുണ്ട്. വണ്ടി ഹാൻഡ് ബ്രേക്കിലാണ്, അതുകൊണ്ടാണ് ഇത് കറങ്ങാത്തത്. ഇത് യൂസ്ലെസ്സാണ്, ഉപയോഗമില്ല. അപ്പോൾ ഈ ഒരു സാധനം കൊണ്ട് എവിടെ ആണെങ്കിലും 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ വണ്ടി ജാക്കി ഉപയോഗിച്ച് പൊക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇറക്കാൻ കാണിച്ചത് ഇറക്കുന്നത് എങ്ങനെയാണ്. ജസ്റ്റ് അതുപോലെ തന്നെ ഇതിനകത്ത് കയറ്റിയിടുക. അതിനുശേഷം ഈ നോബ് തിരിച്ചാക്കിയിട്ട് റിട്ടേൺ കൊടുക്കുക. അപ്പോൾ വണ്ടി താഴുന്നുണ്ട്. അങ്ങനെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ സിമ്പിളാണ്, നിങ്ങൾക്കിത് ചെയ്യാം. ഇതിൻ്റെ കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ജാക്കി ഉള്ളത്, സിസർ ജാക്കി ഉള്ളവർക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു പ്രോഡക്റ്റാണിത്. ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്.
അപ്പോൾ എനിക്കിതുകൊണ്ട് ഉപകാരമുണ്ട്, നിങ്ങൾക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.